അടിവസ്ത്രക്കേസ് മുൻമന്ത്രി ആന്റണി രാജു കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഹാജരായത്. എന്നാൽ കേസ് ഈ മാസം 23-ലേക്ക് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. MLA-മാരും MP-മാരും ഉൾപ്പെടുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികളുണ്ടെന്നും അതിനാൽ ഈ കേസ് അവിടെ മാത്രം പരിഗണിക്കാൻ പാടുള്ളൂവെന്നും ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ നെടുമങ്ങാട് കോടതിയെ അറിയിച്ചു. 1990-ലാണ് സംഭവം. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സർവലി 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുകയായിരുന്നു. യഥാർത്ഥ അടിവസ്ത്രം ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസിന്റെ സഹായത്തോടെ എടുത്തുമാറ്റിയെന്നായിരുന്നു പരാതി. കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണൻ ഉത്തരവിറക്കി. എന്നാൽ പ്രതിഭാഗം തൊട്ടുപിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. പ്രതി കുറ്റക്കാരനല്ലെന്ന് വിധിച്ച് വെറുതെ വിട്ടു. അന്ന് ആ വിധിന്യായത്തിൽ പറഞ്ഞ പ്രധാന കാര്യം കേസിലെ പ്രധാന തുണ്ടി മുതൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ലഹരിമരുന്നായിരുന്നു. പക്ഷേ അപ്പീൽ പോയപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ച വാദം കോടതിയിൽ സമർപ്പിച്ച അടിവസ്ത്രം വിദേശ പൗരൻ ധരിച്ചതല്ല എന്നായിരുന്നു.